നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് ഭരത്തിന്റെ കാര്യം ഒന്ന് തിരക്കാനുണ്ട് സൂര്യ. അതിനെന്താ, ഞാൻ തന്നെ വിളിച്ചോളാം. എന്നാ നമുക്ക് അങ്ങോട്ട് ചെന്നാലോ? ആ ശരി. മാഡം, തൊട്ടടുത്ത് സ്റ്റാഫ് റൂം ഉണ്ട്. എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി. അറിയാം. ശരി. ആന്റി, എന്തായിരിക്കും സ്വാമിജി ദേവേട്ടനോട് സൂര്യോടും പറഞ്ഞത്? എന്ത് പറയാൻ, ആന്റിക്ക് ഇവിടെ നല്ല ചികിത്സ തന്നെ കിട്ടും, നോക്കിക്കോ. എനിക്കിപ്പോഴും എന്റെ കാര്യമല്ല മോളെ, നിന്റെ കാര്യത്തിലെ ചിന്ത. എന്റെ കാര്യം ഓർത്ത് ആന്റി വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട. നോക്കി, ഇപ്പോ ആന്റി മനസ്സിനെ ഫ്രീ ആയിട്ട് വിടാൻ നോക്ക്. സ്വാമിജി എന്ത് പറഞ്ഞു ദേവേട്ട? ഞാൻ രക്ഷപ്പെടൂ? എന്താ അമ്മ ഇത്? എന്തിനാ ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിക്കുന്നത്? പിന്നെ ചിന്തിക്കണ്ടേ മോനെ, അങ്ങനെയുള്ള അസുഖമല്ലേ എനിക്ക്. ആന്റി, സ്വാമിജി പറഞ്ഞത് എന്താണെന്നറിയോ? കീമോ ചെയ്യാതിരുന്നത് നന്നായി. അതിനർത്ഥം ആന്റിക്ക് ഇവിടെ നല്ല ചികിത്സ കിട്ടുമെന്ന് തന്നെയല്ലേ? ആണോ ദേവേട്ട? അതെ ജയ്, 3 ഘട്ടങ്ങളായിട്ടുള്ള ചികിത്സയാ സ്വാമിജി ചെയ്യാൻ പോകുന്നത്. ഓരോ ഘട്ടം കഴിയുമ്പോഴും ഒരാഴ്ച വീട്ടിൽ പോയി നിൽക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ചികിത്സ ഇത്. അതെ അമ്മേ, അങ്ങനെയാവുമ്പോ അമ്മയ്ക്കും ബോറടിക്കില്ല. എന്റെ അസുഖം മാറുമെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാം. ആയുസ്സും ആരോഗ്യവും ദൈവം തന്നെ തരണം ആന്റി. ആന്റിക്ക് എന്തായാലും ദൈവത്തിന്റെ കൂട്ടുണ്ട്. ഉടനെ തന്നെ ചികിത്സ തുടങ്ങാമെന്നാ സ്വാമി പറഞ്ഞേ. ഇവിടെ നിനക്ക് കൂട്ടിന് ഭാവനയും മാനസികങ്ങളും ഉണ്ടാവും. അതെ ആന്റി, ഇന്നിപ്പോ മാനസ ഓഫീസിൽ പോയിട്ടിങ്ങ് വരട്ടെ. എനിക്ക് പോയിട്ട് 1-2 കാര്യങ്ങളുണ്ട്. മാനസ ഇന്നിവിടെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കേ. എനിക്ക് എന്തും സമ്മതം. നിർമ്മല, കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞില്ലേ? പറഞ്ഞു സ്വാമിജി. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. ദൈവാധീനം കൊണ്ട് ഒരു പിഴവും ഇന്നുവരെ എനിക്ക് പറ്റിയിട്ടില്ല. അറിയാം സ്വാമിജി. പിന്നെ ചികിത്സിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ. ദൈവികമായ കാര്യങ്ങളിൽ നിങ്ങൾ തന്നെ കടമ ചെയ്യണം. അറിയാമല്ലോ, ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായത്. അതുകൊണ്ട് വാക്കിലോ പ്രവൃത്തിയിലോ ദൈവത്തിന് നിരക്കാത്ത ഒന്നും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനാ വാചകമാണ് ഞങ്ങളുടെ വിശ്വാസം തന്നെ. അറിയാം സ്വാമിജി, ഞങ്ങളുടെ ഭാഗത്തുനിന്നും നല്ല ചിന്തയും പ്രവൃത്തിയും മാത്രമേ ഉണ്ടാവൂ. ആന്റിക്ക് ഇപ്പോഴേ ടെൻഷൻ കൂടിക്കാണും. ഈ സ്വാമിജിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടിയില്ലേ? അല്ല, ഇത് തന്നെയല്ലേ മാലാഖമാരായ നിങ്ങൾ പേഷ്യൻസിനോട് പറയാറുള്ളത്? അതെ സ്വാമിജി, പക്ഷേ ആരുടെയും മനസ്സ് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോ ഇന്ന് നന്നായിട്ടൊന്ന് വിശ്രമിക്കേ, ഈശ്വരഭക്തിയിലിരിക്കുക. അപ്പോ നമുക്ക് നാളെ കാണാം. ശരി ശരി സ്വാമി. അമ്മേ, ഞാനൊന്ന് പോയിട്ട് വരാം. ഭാവന ഇവിടെ കാണും. ഭാവനെ വാ. ജയ്, എല്ലാ കാര്യങ്ങളും സ്വാമിജി പറയുന്നത് പോലെ തന്നെ ചെയ്യണം. എന്നാലേ അസുഖം പെട്ടെന്ന് ഭേദാവോ. ശരി മോളെ. ശരി ആന്റി. മാഡം വന്നോളൂ. വാ. സ്വാമിജി പറഞ്ഞതൊക്കെ താൻ കേട്ടല്ലോ. പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് നന്നായി വേദനിച്ചിട്ടുണ്ട്. എനിക്കും അങ്ങനെ തോന്നി സൂര്യ. ആന്റിയുടെ മുഖം ഞാനും ശ്രദ്ധിച്ചു. ജീവിതകാലം മുഴുവൻ ആന്റിയെ മാനസികമായി വേട്ടയാടാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആന്റി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഞാനതൊന്നും മനസ്സിൽ വെച്ച് പെരുമാറില്ലെന്ന് ആന്റിക്ക് ഇപ്പോഴും അറിയില്ല. ആര് പറഞ്ഞു? ഉറപ്പായി അമ്മയ്ക്ക് നല്ല കുറ്റബോധമുണ്ട്. കുറച്ച് ദിവസം മുമ്പ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നു.
അന്ന് തന്റെ വല്യമ്മ ഇവിടെ വന്ന് സ്വബോധമില്ലാതെ കുറെയൊക്കെ വിളിച്ചു പറഞ്ഞു. അതൊക്കെ താനും കേട്ടല്ലേ? അതെ സൂര്യ, അന്ന് വല്യമ്മ വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയൂന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അമ്മയും സേതുവേട്ടനും മായേച്ചിയൊക്കെ ഉണ്ടായിരുന്നതല്ലേ, അവർക്കൊന്നും എല്ലാ കാര്യങ്ങളും അറിയില്ലല്ലോ. കുറച്ചുകൂടി അവസരം കൊടുത്തിരുന്നെങ്കിൽ തന്റെ വല്യമ്മ എല്ലാം വിളിച്ചു പറയുമായിരുന്നു. ആന്റിയാണ് നിരഞ്ജനെ എന്റെ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചത് എന്ന സത്യം ഇതുവരെ വീട്ടിൽ ആർക്കും അറിയില്ല സൂര്യ. നിന്റെയും പല്ലവിയുടെയും കല്യാണ റിസപ്ഷന് ശ്രീറാം ഡോക്ടറെ കൊണ്ട് എന്നെ ആന്റി കൊല്ലാൻ നോക്കിയതും വീട്ടിൽ ആർക്കും അറിയില്ലല്ലോ. ഇതൊക്കെ സേതുവിന് അറിഞ്ഞിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താവുമായിരുന്നു? ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഭാവന. കഴിഞ്ഞതൊക്കെ ചികഞ്ഞെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എന്ത് കിട്ടാനാ? അമ്മയുടെ അവസ്ഥ ഇതായിപ്പോയില്ലേ? ഇക്കാരണങ്ങളൊക്കെ പറഞ്ഞ് എന്റെ ഭാഗത്തുനിന്നും ആന്റിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സൂര്യ. അതെനിക്കറിയില്ലേ. തനിക്ക് പകരം താനേ ഉള്ളു ഭാവന. തന്നെ പോലെ മറ്റാർക്കും ആവാൻ പറ്റില്ല. സൂര്യ ഇപ്പൊ പോകുന്നുണ്ടോ? ആ, പോവാൻ മനസ്സ്. ഒരുപാട് ജോലി പെൻഡിങ് ഉണ്ട്. വൈകുന്നേരം താനൊരു വണ്ടി എടുത്ത് പോന്നാ മതി. അതുവരെ ഭാവനയോടെ ഉണ്ടല്ലോ. ശരി സൂര്യ. അങ്കിൾ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് ഭാവന. ഭാവന പോയിട്ട് അങ്കിള് പോയിക്കോളും. അങ്കിളിനും ഒരു മീറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞേ. എന്നാ പിന്നെ നിങ്ങൾ ഇനി താമസിക്കണ്ട, പൊയ്ക്കോ. വാ മനസ്സ്. ശരി. ആന്റി, ആന്റി, ഇന്റർവ്യൂവിന് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു. ആണോ? ഒരുപാട് സന്തോഷം ഭരത് മോനെ. ദേ, ഞാൻ ഇപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിച്ചേ ഉള്ളൂ. എനിക്കറിയാം ആന്റി. എന്തായി വീട്ടിൽ പോയിട്ട് അമ്മയോട് അനുഗ്രഹം വാങ്ങിയോ? വാങ്ങേണ്ടി വന്നു ആന്റി. എന്നെ ഭീഷണിപ്പെടുത്തല്ലേ കൊണ്ടുപോയത്. നോക്കിക്കോ, ഇനി ഞാൻ ആ വീടിന്റെ പടി ചവിട്ടത്തില്ല. ഭാരത്ത് പടി ചവിട്ടില്ലെങ്കിൽ എന്താ, അരുന്ധതി ചവിട്ടുന്നുണ്ടല്ലോ. ഇല്ല ആന്റി, അവള് ഇനി അങ്ങോട്ട് പോവില്ല. എന്നാ നിനക്ക് തെറ്റി. ഇപ്പോ അവള് നിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. എന്തിന്? നീ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാൻ. ഇന്റർവ്യൂവിന് ലെറ്റർ വന്ന കാര്യം പറയാതിരുന്നതിന്. ദേ നോക്ക് ഭരത് മോനെ, എന്റെ മോളൊക്കെ ശരി തന്നെയാ. പക്ഷെ അവളെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ പിന്നെ നിന്റെ കയ്യിൽ നിന്നൊന്നും വരില്ല. ഇല്ല ആന്റി, അങ്ങനെ ഇപ്പൊ ഞാൻ അവളെ വിടില്ല. എന്നാ ഇപ്പൊ തന്നെ ചെല്ല്. അവൾ ഇനി ആ വീട്ടിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോകരുത്. അത് ഞാൻ ഏറ്റു ആന്റി. എന്നെ വേണ്ടാത്തടുത്ത് എന്റെ ഭാര്യയെ അവർ സ്വീകരിക്കണ്ട. ഇപ്പൊ തന്നെ ഞാനിതിനൊരു തീരുമാനം ഉണ്ടായിക്കോളാം. ആ, പോയി കൊണ്ടുവന്നാ മാത്രം പോരാ, അവരുടെ മുമ്പിലിട്ട് അവൾക്ക് 2 കൊടുക്കണം. എന്നാലേ അവിടെ ഉള്ളവർക്കൊരു പേടി കാണൂ. എന്റെ മോളാണെന്ന് ഒരു പരിഗണന അവൾക്ക് കൊടുക്കണ്ട. ചെല്ല്. നീ അവൾക്ക് കൊടുക്കുന്ന അടി അവിടെയുള്ള ഓരോരുത്തരുടെയും കരണത്തടിക്കുന്നതായിട്ട് തോന്നണം. ചെല്ല്. എന്നോട് ആർക്കും വിരോധമൊന്നും തോന്നരുത്. ഇത്ര പെട്ടെന്ന് അമ്മ വന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നൊന്നും ഞാൻ കരുതിയില്ല ആന്റി. മോളെ, മോളോട് ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല. ഭരത് ഇന്റർവ്യൂവിന് പോകുന്ന കാര്യം ഞങ്ങളോട് പറയാത്തതിലും അമ്മയ്ക്ക് പരിഭവവും ഇല്ല. പക്ഷെ മക്കളെ, അവനെ പഠിപ്പിച്ച് ഇതുവരെ എത്തിച്ച ഭാവനയോട് അവൻ പറയാത്തതില് ഞങ്ങൾക്ക് എല്ലാവർക്കും പരാതിയുള്ളൂ. വേറെ ആരോടും പറഞ്ഞില്ലേലും ഭാവനയോടൊന്നും പറയണമായിരുന്നു. എന്തായാലും ഭാവന ചെയ്ത് തന്നെ ശരി. അതിനുള്ള അവകാശം അവക്കുണ്ട്. ഭാവന ഭരത്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് അമ്മയോടും സേതോട്ടിനോടും ഒക്കെ യാത്രയും പറയിപ്പിച്ച് അനുഗ്രഹം മേടിപ്പിച്ചിട്ടാ വിട്ടത്. അത് നന്നായി മായേച്ചി. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഭാവനേച്ചിക്ക് ഒരു വിലയില്ലാതാവും. എന്റെ അമ്മയാ ഭരതേട്ടനെ എപ്പോഴും ഉപദേശിച്ച് വഴിതെറ്റിക്കുന്നത്.
എന്നോട് ആർക്കും ഒരു വിരോധം തോന്നാതിരിക്കാനാ ഞാനിപ്പോ വന്നത്. മോളെ, മോളുടെ മനസ്സ് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ ഭാവനേച്ചി വിളിച്ച് സംസാരിച്ചിരുന്നു.